പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഹോസ്റ്റലിലെ അലിഖിത നിയമപ്രകാരമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ പ്രതികളുമായി ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. അതേസമയം മരണത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ചെന്ന ആരോപണം തള്ളി സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ രംഗത്തെത്തി. മർദ്ദന വിവരം തന്നെ ആരും അറിയിച്ചിട്ടില്ലെന്നും ഡീൻ പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഹോസ്റ്റൽ മുറിയിൽ ഈ കേസിലെ പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുന്നതാണ്. ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ വെച്ചാണ്, അവിടുത്തെ ഡോർമെറ്ററി റൂമിലും മറ്റും വെച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും പിന്നീട് ഇവർ നിരീക്ഷണത്തിൽ വെക്കുകയും ഒക്കെ ചെയ്തത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവെടുപ്പാണ്. പ്രത്യേകിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച്, ബെൽറ്റും മറ്റും ഉപയോഗിച്ച് അതിക്രൂരമായ മർദ്ദനം നടന്നതാണ്. അതുകൊണ്ട് തന്നെ വയറും മറ്റ് ഈ മർദ്ദനത്തിനുപയോഗിച്ച, കിരാത മർദ്ദനത്തിനുപയോഗിച്ച സാമഗ്രികൾ ഇവർ തന്നെ കണ്ടെടുത്ത് നൽകുകയാണോ? ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിൽ. അതായത് ഈ മർദ്ദിച്ച ആദ്യം ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച 21-ാം നമ്പർ മുറിയിലാണിപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള സിൻജോ ജോൺസനാണ് ജോൺസനെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. മുറിയിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്ന പോലീസ്. ആക്രമിക്കാൻ ഉപയോഗിച്ച വയർ അടക്കം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായവരുടെ എണ്ണം 7 പേരാണ്. അതോടുകൂടി 18 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി അജയ്, കൊല്ലം സ്വദേശി അൽത്താഫ്, അതോടൊപ്പം കോഴിക്കോട് സ്വദേശി ആദിത്യൻ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള സയ്യിദ് റിസാൽ, മലപ്പുറം സ്വദേശി തന്നെയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ്, കൊല്ലം സ്വദേശി കാശിനാഥൻ, പിന്നെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശി സിൻജോ ജോൺസനും ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. വിശദമായി ആക്രമിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങൾ അത് ഏത് തരത്തിലാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് 21-ാം നമ്പർ മുറിയിൽ. ഇതിനുശേഷം ഈ പോർട്ടിക്കോയിൽ, അതായത് ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളവുമായി ബന്ധപ്പെട്ട് നടുത്തളത്തിൽ ആക്രമണം നടന്നിരുന്നു. ആ നടുത്തളത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് മർദ്ദിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ അതെല്ലാം തന്നെ പോലീസ് സംഘം വിശദമായി ശേഖരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സിദ്ധാർത്ഥന് പ്രധാനമായും മർദ്ദനമേറ്റത്. ആ മർദ്ദനമേറ്റ ആ സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സംഘം. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. DYSP ആയിട്ടുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള, അന്വേഷണ സംഘം തലവനായിട്ടുള്ള കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സിൻജോ ജോൺസനാണ് വലിയ രീതിയിൽ ഈ യുവാവിനെ ആക്രമിച്ചത്, അതായത് സിദ്ധാർത്ഥനെ ആക്രമിച്ചത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാശിനാഥൻ എന്നുള്ള മറ്റൊരു പേരും പറയുന്നുണ്ട്. ഈ മുറി എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള, യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ ഇഷാൻ താമസിക്കുന്ന മുറിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ 4 മറ്റ് വിദ്യാർത്ഥികളും ഈ മുറിയിലുണ്ട്. ഈ മുറിയിൽ വെച്ചാണ്, ഈ മുറിയിലേക്ക് കൊണ്ടുവന്നാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഈ വിദ്യാർത്ഥി വിധേയനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് മർദ്ദിച്ചത്, അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ്, എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ശേഖരിച്ച് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുകയാണ്. അതാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ. ഏതൊക്കെ നേരത്തെ തന്നെ മാതാപിതാക്കൾ അടക്കം പറഞ്ഞിരുന്നു, അവരോട് മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ സിൻജോ ജോൺസണാണ് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്നാണ്. സിൻജോയെ മാത്രമാണോ ഇപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? മറ്റു പ്രതികളെയും
ഒപ്പം എത്തിച്ചിട്ടുണ്ടോ? മറ്റ് പ്രതികളെ ഹോസ്റ്റലിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല. ഒരു പ്രതിയെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. ഈ അന്വേഷണ സംഘം ഇവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനെത്തിയപ്പോഴാണ് പൊടുന്നനെ അന്വേഷണ സംഘത്തിലേക്ക് എത്തുകയും നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്നു. നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ഇത്തരത്തിൽ ഒരു നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് മർദ്ദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിനുശേഷമാണ് ഈ മർദ്ദനം നടന്ന് മുറിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ മർദ്ദനം നടന്നു വന്ന മുറിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ വിശദമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ് സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, എന്തെല്ലാം ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, എന്തെല്ലാം വെച്ചുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുൾപ്പെടെ കേബിൾ അടക്കം ഇവിടെ നിന്നും കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേബിൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൃത്യമായ ആയുധങ്ങളുടെ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മുറിയിൽ 21 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ് സിദ്ധാർത്ഥ് 15-ാം തീയതി നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോയ ശേഷം ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഈ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ മുറി അമൽ ഇഷാൻ എന്ന് പറയുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി താമസിക്കുന്ന മുറിയാണ്. ഒപ്പം തന്നെ 4 പേരും ഇവിടെ മൊത്തം താമസിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായ രീതിയിൽ മർദ്ദനം തുടങ്ങുന്നത്. ഇവിടെ വെച്ച് വിവസ്ത്രനാക്കി ഇതിനുശേഷം ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ച് അവിടെയും മർദ്ദനം തുടരുന്നു. അതായത് ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം വൈകിട്ട് മുതൽ, അതായത് രാത്രി മുതൽ ഈ അക്രമം തുടങ്ങിയതാണ്. രാത്രി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അക്രമം അത് 9 മണിയോടുകൂടി ആക്രമണം ആരംഭിച്ചു. അതിനുശേഷം അത് പുലർച്ചെ 2 മണി വരെ ഈ യുവാവിനെ പൂർണ്ണമായ രീതിയിൽ തന്നെ വളരെ വിവസ്ത്രനാക്കി നിർത്തി. അതായത് അടിവസ്ത്രം മാത്രമാണ് ധരിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം മർദ്ദനം തുടങ്ങി വിവിധ തരത്തിൽ ഇവിടെ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിൽ ഉള്ള വിവരം ഒരു തരത്തിലും പുറത്തു വരാത്ത തരത്തിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും ഈ നടുത്തളത്തിൽ അവശനായി ശേഷം, അതായത് അതിനുശേഷം 2 മണിയോട് കൂടിയാണ് ഈ വിദ്യാർത്ഥി നേരെ ഈ ഡോർമെറ്ററിയിലേക്ക് ഈ സിദ്ധാർത്ഥിനെ കൊണ്ടുപോകുന്നത്. ഡോർമെറ്ററിയിൽ വെച്ച് തീർത്തും അവശനായി, അതായത് തൊട്ടടുത്ത ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായില്ല. ലക്ഷന്റെ ചുമതലയുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് ഭക്ഷണം എത്തിച്ചെങ്കിലും ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. തീർത്തും അവശനായിരുന്നു, മാനസികമായി തകർന്നിരുന്നു. അതിനുശേഷം തീർച്ചയായും ഒപ്പം ഒരേ മുറിയിൽ താമസിച്ച ആളുകൾ കൂടി ഈ കിരാതമായ ക്രൂരമായ മർദ്ദനത്തിന് കൂട്ടുനിന്നു എന്നതാണ് ഈ പൂക്കോട്ടെ കലാലയം നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്, ലജ്ജിപ്പിക്കുന്നത്, നാണിപ്പിക്കുന്നത്, തലകുനിപ്പിക്കുന്നത്. സഹപാഠികൾ എന്നാൽ, സുഹൃത്തുക്കൾ എന്നാൽ, അതിനപ്പുറത്ത് സംഘടനാ പ്രവർത്തനത്തിൽ ഒപ്പം നിൽക്കുന്ന ആളുകളോട് പോലും യാതൊരുവിധ കരുണയും സ്നേഹമോ അടുപ്പമോ ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായത്. അത് മൃഗീയമായ, അല്ലെങ്കിൽ മൃഗീയത എന്നത് മൃഗങ്ങൾക്ക് അപമാനകരമാണ് ആ പ്രയോഗം എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ക്രൂരമായ വേട്ടയാടലാണ് അവിടെ നടന്നത്. മൃതപ്രായനാക്കിയ ഒരു യുവാവിനെ, സഹപാഠിയെ, ഒപ്പം അത്ര കാലം ഒരുമിച്ച് നിന്ന് അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കഴിഞ്ഞ തവണ വീട്ടിൽ വന്ന് ഒപ്പം ഭക്ഷണം കഴിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച് അവരോട് സ്നേഹം പങ്കിട്ടവരാണ്. പിന്നീട് മകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് വിശ്വസിക്കാനാവാത്ത നിലയായിരുന്നു. അമ്മയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു, അച്ഛൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ തെളിവെടുപ്പിൽ ഈ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഇതൊരു പരാതിയിലേക്ക്, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക്, പ്രതികളെ പിടികൂടുന്നതിലൊക്കെ കാലതാമസം വന്നിട്ടുണ്ട്. ഈ കേവലം വയറുകൾ എന്നതിനപ്പുറത്തേക്ക് ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു, തല്ലിച്ചതച്ചു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ. അത്തരത്തിലുള്ള ആയുധങ്ങൾ കൂടി കണ്ടെടുത്തെങ്കിൽ മാത്രമല്ലേ ഈ പ്രതികൾക്കെതിരായ ചാർജുകൾ അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകൾ നിലനിൽക്കുകയുള്ളൂ.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട ബെൽറ്റ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ കണ്ടെടുത്ത് വയർ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ടാണ് ആക്രമിച്ചതെന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് പോലീസിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. പോലീസ് ഈ സിൻജോയെ ആദ്യം എത്തിച്ചത് ഈ നടുത്തളത്തിലാണ്. നടുത്തളത്തിൽ വെച്ചാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. ആ നടുത്തളത്തിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ദീർഘസമയം ഇവിടെ നിർത്തിക്കൊണ്ടാണ് ആ സിദ്ധാർത്ഥനെ ഭേദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ആ സമയത്ത് ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരാളും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് ഈ സിൻജോയെ വെച്ചുകൊണ്ട്, അതായത് സിൻജോ ആണ് ഏറ്റവും വലിയ ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദനം അഴിച്ചുവിട്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ 21 നമ്പർ മുറി, നമുക്ക് ആ മുറി കാണാൻ കഴിയും. അതായത് ഇവിടുത്തെ ഇഷാൻ എന്ന് പറയുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ താമസിക്കുന്ന മുറിയാണ്. 4 വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത്. ഈ 21 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ മർദ്ദനം തുടങ്ങുന്നത്. അതായത് 9 മണിയോടുകൂടി മർദ്ദനം ആരംഭിക്കുന്നു. ചോദ്യം ചെയ്ത് അതിനുശേഷം ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോയ ശേഷമാണ് നേരെ നടുത്തളത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, അതായത് ഈ ഭാഗത്തെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ചുറ്റും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. സ്വന്തം സഹപാഠിയെയാണ് മർദ്ദിക്കുന്നത്, എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അത് ആരെയും അറിയിക്കാൻ, ഒരു അധികൃതരെയും അറിയിക്കാൻ തയ്യാറായില്ല. യൂണിവേഴ്സിറ്റി അധികൃതരെ അറിയിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല, സ്വന്തം അധ്യാപകരെയോ മറ്റ് വിദ്യാർത്ഥികളെയോ അറിയിക്കാൻ പോലും ഇവർ ആരും തയ്യാറായില്ല. അത്രയും അത് നിഗൂഢത നിറഞ്ഞ വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഈ നടുത്തളത്തിൽ വെച്ച് ഈ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത്. അതിനുശേഷം ഈ കുട്ടിയെ നേരെ ഡോർമെട്രിയിലേക്കാണ് ഈ കുട്ടി പോകുന്നത്. അങ്ങനെ ഡോർമെട്രിയിലേക്ക് പോയി അവിടെ വെച്ച് ഡോർമെട്രിയിൽ വെച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ, അതായത് പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ. ആ കുട്ടിക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട് പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി സിദ്ധാർത്ഥിന് വേണ്ടിയുള്ള ഭക്ഷണം മെസ്സിൻ്റെ ചുമതലയുള്ള ആളുകൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ കഴിക്കാൻ തയ്യാറാവുന്നില്ല. അത്രയ്ക്കധികം മാനസിക സംഘർഷം നേരിടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ മാനസിക സംഘർഷത്തിൻ്റെ ഒടുവിലാണ് പിന്നീട് 18-ാം തീയതി ഉച്ചയോടുകൂടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. എന്തായാലും പോലീസ് സംഘം വിശദമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ എന്ത് സംഭവിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എങ്ങനെയാണ് ആക്രമിച്ചത്, ഏത് രീതിയിലാണ് ആക്രമിക്കപ്പെട്ടത്, ഒപ്പം തന്നെ എങ്ങനെയാണ് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുൾപ്പെടെയുള്ള വിശദമായ രൂപരേഖ പോലീസ് തയ്യാറാക്കുന്നുണ്ട്. കൽപ്പറ്റ DSP സജീവൻ, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിലെ CI ആയിട്ടുള്ള ഉത്തമൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവെടുപ്പ് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ മുറി 21 നമ്പർ മുറി ഇവിടുത്തെ ഒരു കുപ്രസിദ്ധ മുറിയായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിച്ച് അവനെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് എത്തിയെങ്കിൽ സ്വാഭാവികമായി അത് പ്രതികരിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പോലും ഇവിടെ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അപകടകരമായൊരു അവസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത്. കാരണം 112 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരാൾ പോലും ഇത് ചെയ്യരുത്, ഇങ്ങനെ ആക്രമിക്കരുത് എന്ന് പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായ അവസ്ഥ. 21 നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന SFIയുടെ നേതാക്കളാണ്, യൂണിയന്റെ ഭാരവാഹികളാണ്. അമൽ ഇഹ്സാൻ എന്ന യൂണിറ്റ് സെക്രട്ടറി താമസിച്ച മുറിയിലാണ്. അവിടെയാണ് ഇടിച്ചിഞ്ച പരുവത്തിലാക്കി, അല്ലെങ്കിൽ അതിലേറെ രൂക്ഷമായ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ഇവർ സിദ്ധാർത്ഥിനെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അവിടെ വെച്ചും മർദ്ദിക്കുന്നു, പിന്നീട് പരസ്യ വിചാരണ, വിവസ്ത്രനാക്കിയുള്ള മർദ്ദനം, അങ്ങനെ ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാത്ത തരത്തിലുള്ള കൊടിയ പീഡനം നടന്നു. അതിനൊടുക്കമാണ് ജീവൻ നഷ്ടമാകുന്നത്. ഏതായാലും ആ തെളിവെടുപ്പിലെ വിവരങ്ങളിലേക്ക്, ആ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.